ഹായ്, ഗുഡ് ഈവനിങ് ഓൾ. മിഡ് ക്യാപ് ഡോക്ടറിൻ്റെ പോസ്റ്റ് മാർക്കറ്റിന് ഇന്ന് പ്രീ മാർക്കറ്റ് മാത്രമേ ഉള്ളൂ. പോസ്റ്റ് മാർക്കറ്റ് ചെറുതായിട്ടൊന്ന് പറഞ്ഞേക്കാം. എല്ലാവർക്കും സ്വാഗതം. ഓക്കെ, അപ്പം കഴിഞ്ഞ ദിവസം മാർക്കറ്റ് എന്താ പറയുന്നത്, ലാസ്റ്റ് മൊമെൻറ്റിൽ ഔചാരിതമായിട്ട് ഒരു ഫോൾ വന്നു. ആ ഫോൾ നമുക്ക് മുന്നേ ഐഡൻറ്റിഫൈ ചെയ്യാൻ പറ്റി. അതുകൊണ്ട് നമുക്കൊരു ഹീറോ ചെയ്യാൻ പറ്റി. അതിൽ ധാരാളം ആൾക്കാർ പ്രോഫിറ്റ് എടുത്തു. പക്ഷേ എന്നും ഇതൊരു തായമാക്കരുത് എന്ന് മാത്രമാണ് അപേക്ഷ. ഞാൻ തന്നത് തന്നെ വളരെ തെറ്റാണ്, നിയമപ്രകാരം തെറ്റാണ്. എങ്കിലും ആ ഒരു കൺഫർമേഷനും എനിക്കൊരു താഴോട്ട് വരും എന്നൊരു പ്രഡിക്ഷൻ ഉള്ളത് കൊണ്ടും അപ്പോഴത്തെ മാർക്കറ്റിൻ്റെ സിനാരിയോ വെച്ച് നോക്കിക്കഴിഞ്ഞാൽ താഴോട്ട് വരും എന്നുള്ള തോന്നലുള്ളതുകൊണ്ട് മാത്രമാണ് വെറും 500 രൂപയുടെ റിസ്കിൽ നമ്മൾ അങ്ങനെ ഒരു സംഭവം ചെയ്തത്. ഓക്കെ, പലർക്കും അത് ഉപകാരപ്പെട്ടു എന്ന് ധാരാളം പേര് മെസ്സേജ് അയച്ചു. ഓക്കെ, താങ്ക് യു ഓൾ എന്നും പറഞ്ഞ് എപ്പോഴും ഇതാരും പ്രതീക്ഷിക്കരുത്. അങ്ങനെ ഒരു സംഭവം ഞാൻ ചെയ്യുന്നുമില്ല. ദൈവത്തെ ഓർത്ത് ഒരു കാര്യം എനിക്ക് പറയാനുള്ളത്, ഇത് കഴിഞ്ഞതിന് ശേഷം ധാരാളം ആൾക്കാർ എനിക്ക് മെസ്സേജ് അയച്ചു, സാർ പെയ്ഡ് ഗ്രൂപ്പിലുണ്ടോ, എന്നെ കൂടെ ആഡ് ചെയ്യുമോ എന്നൊക്കെ പറഞ്ഞു. സഹോദരങ്ങളെ, നിങ്ങളോട് ഞാനൊരു കാര്യം പറയാം, എനിക്ക് അങ്ങനെ ഒരു പെയ്ഡ് ഗ്രൂപ്പില്ല. ഓക്കെ, എനിക്കൊരു പെയ്ഡ് ഗ്രൂപ്പില്ല. എനിക്ക് ആകെ ഉള്ളത് നമ്മുടെ ആ ലെവൽ അപ്ഡേറ്റ് ചെയ്യുന്ന ആ ഒരു ഗ്രൂപ്പ് മാത്രമേ ഉള്ളൂ, അല്ലാതെ വേറെ ഒരു ഗ്രൂപ്പുമില്ല. ഞാനങ്ങനെ ഒരു പെയ്ഡ് ഗ്രൂപ്പ് നടത്തുന്നുമില്ല. ഓക്കെ, എല്ലാവരുടെ അറിവിലേക്ക് അങ്ങ് പറഞ്ഞെന്ന് മാത്രമേ ഉള്ളൂ. ഓക്കെ, അപ്പോൾ നമുക്ക് മാർക്കറ്റിലോട്ട് വരാം. ഓക്കെ, മാർക്കറ്റിലോട്ട് കഴിഞ്ഞാൽ നമ്മൾ നോക്കിക്കഴിഞ്ഞാൽ അറിയാം, മാർക്കറ്റ് ഒരു ഫ്ലാറ്റ് ഓപ്പണിങ്ങിന് ശേഷം മാർക്കറ്റ് എന്ത് ചെയ്തു, നേരെ താഴോട്ട് വന്നു അല്ലേ. മാർക്കറ്റ് നേരെ താഴോട്ട് വന്നതിന് ശേഷം ഇവിടുന്ന് ഇതൊരു റെഡ് ക്യാൻഡിലായിരുന്നു. താഴെ വരെ ഇവിടെ വരെ റെഡിഷ് ക്യാൻഡിൽ വന്നതിന് ശേഷം മാർക്കറ്റ് ആദ്യത്തെ 5 മിനിറ്റ് തന്നെ നേരെ തിരിച്ചുപോയി ഒരു ഗ്രീൻ ക്യാൻഡിൽ ക്ലോസ് ചെയ്തു ഇല്ലേ. ഒരു ഹാമർ ക്യാൻഡിലെന്നോ സ്പിന്നിങ് ടോപ്പല്ല, ഒരു ഹാമർ ക്യാൻഡിലെന്നോ വേണമെങ്കിൽ ഇതിനെ പറയാം. ഓക്കെ, എന്തെങ്കിലും ഇഷ്ടമുള്ള പേരിട്ട് വിളിച്ചു. എന്തായാലും ക്യാൻഡിലിനെ കണ്ടപ്പോൾ കാര്യം മനസ്സിലായല്ലോ. അത് മാത്രമേ ഉള്ളൂ, പേരിട്ട് വിളിക്കുന്നതിനകത്തൊന്നും കാര്യമില്ല. ക്യാൻഡിലിൻ്റെ സ്വഭാവം നിങ്ങൾ മനസ്സിലാക്കുക എന്നുള്ളതാണ്. അപ്പം നമ്മുടെ സെമിനാറിൽ പങ്കെടുത്തവർക്ക് പലർക്കും ഈ ഒരു ക്യാൻഡിലിൻ്റെ പ്രത്യേകത അറിയാം അല്ലേ. പല പ്രാവശ്യം നമ്മൾ പഠിച്ചിട്ടുണ്ട്. ഇങ്ങനെ ഒരു സിനാരിയോ വരുവാണെന്നുണ്ടെങ്കിൽ മാർക്കറ്റ് മുകളിലോട്ട് പോകാനുള്ള സാധ്യത വളരെ കൂടുതലാണ് എന്ന് നമ്മൾ പഠിച്ചിട്ടുണ്ട്. അഥവാ താഴെ പോവുകയാണെങ്കിലും അതിന് കൃത്യമായ സ്റ്റോപ്പ് ലോസ് ഇട്ട് നമ്മളതിനെ മാനേജ് ചെയ്യും. അങ്ങനെ പഠിച്ചവരാണ് ഇവിടെ നിന്നൊരു സി എടുത്ത് നല്ല പ്രോഫിറ്റ് ഉണ്ടാക്കിയത്. പലരും ആ സ്ക്രീൻഷോട്ട് കൊണ്ട് ചോദിച്ചു, PE മാർക്കറ്റിൽ എങ്ങനെ സി എടുക്കുന്നത്. ഇത് തന്നെയാണ്, അവർക്ക് അത് ഐഡൻറ്റിഫൈ ചെയ്യാൻ പറ്റി. അതുകൊണ്ട് അവർ ട്രേഡ് എടുത്തു, അവർ വിജയിച്ചു. അത്ര മാത്രമേ നമുക്ക് അതിനെപ്പറ്റി പറയാനുള്ളൂ. അപ്പോൾ അങ്ങനെ ചെയ്തവർക്ക് ഒരു ചാൻസ് കിട്ടി. അതിനുശേഷം മാർക്കറ്റ് ഒരു പർട്ടിക്കുലർ പോയിന്റ്, ഇതിൻ്റെ ആവശ്യമില്ല, ഒരു മിനിറ്റ്, ഇതിൻ്റെ ആവശ്യമില്ല. മാർക്കറ്റ് നമ്മൾ വരച്ച റേഞ്ച് ബൗണ്ടിലെത്തി ഇല്ലേ. നമ്മൾ വരച്ച റേഞ്ചിലെത്തി ഒരു ബ്രേക്കൗട്ട് നടത്തിയെങ്കിലും നമ്മുടെ ക്രൈറ്റീരിയ എന്തുവാണ്, ഒരു 75 to 80% ഒരു ക്യാൻഡിൽ നമുക്കിവിടെ ക്ലോസിങ് കിട്ടണം. അങ്ങനെ കിട്ടിയോ? ഇല്ല. അടുത്ത ക്യാൻഡിൽ നോക്കി, അടുത്ത ക്യാൻഡിലിനും ഒരു ബോഡി ഇല്ല ഇല്ലേ. ഒരു 20-25% മാത്രമേ ഉള്ളൊരു ബോഡി ഉള്ളൊരു ക്യാൻഡിലാണ് ഇവിടെ ഫോം ആയത്. അപ്പോൾ നമുക്കിവിടെ ഇതിന് മുകളിലോട്ടൊരു കൺഫർമേഷൻ നമുക്കില്ല. ഉണ്ടോ? ഒരു കൺഫർമേഷൻ നമുക്ക് ഇല്ല. അപ്പോൾ ആക്ച്വലി നമ്മുടെ നിയമപ്രകാരം അല്ലെങ്കിൽ നമ്മൾ പഠിച്ച ആ ഒരു കീഴ്വഴക്കം അനുസരിച്ച് നമുക്ക് ഈ ക്യാൻഡിൽ നമുക്ക് ഇവിടുന്ന് എടുത്തവർ ഈ ക്യാൻഡിലിൽ ഇവിടെ ഇറങ്ങണം. അതാണ് നിയമം ഇല്ലേ, നമ്മൾ പഠിച്ചു വെച്ചേക്കുന്നത്. ഇത് റിസ്കി ട്രേഡേഴ്സ്, ഇത് ഒരിക്കലും നമ്മൾ ആശ്വാസമല്ല ഇങ്ങനെ ഈ ഒരു ക്യാൻഡിൽ. ഓക്കെ, നമ്മുടെ ഓൾമോസ്റ്റ് നമ്മുടെ പോയിന്റ് മുട്ടാൻ നോക്കിയിരിക്കലെന്ന് പറഞ്ഞിട്ടുണ്ട്. അവിടെ തന്നെ നമ്മൾ ഇറങ്ങി ഇത്രയും ക്യാപ്ചർ ചെയ്ത് കലാസ് കഴിഞ്ഞു. അടുത്ത നമ്മൾ വെയിറ്റ് ചെയ്യുകയാണ്, എന്താണ് സംഭവിക്കുന്നത് അടുത്ത എൻട്രിക്ക് വേണ്ടി. അടുത്ത എൻട്രി ഇവിടെ അങ്ങനെ വന്നിരിക്കുന്നത്. അടുത്ത എൻട്രി വളരെ കൃത്യമായിട്ട് നമുക്ക് നോക്കിയാൽ അറിയാം. ഇതൊരു ബ്രേക്കൗട്ട് നടന്നു, പക്ഷേ അതൊരു ഫോൾസ് ബ്രേക്കൗട്ട് ആയിരുന്നു. നമുക്കവിടെ എൻട്രി ഇല്ല, കാരണം 75 to 80% ബോഡി ഇല്ല ഇല്ലേ. പിന്നെ നെക്സ്റ്റ് ക്യാൻഡിലോ, അതും ഒരു ഡോജിക്ക് സമാനമായിട്ടുള്ളൊരു ക്യാൻഡിൽ, ഇൻഡിസെഷണൽ ക്യാൻഡിലായിരുന്നു ഇല്ലേ. അതിനുശേഷം നമുക്ക് താഴെ ഒരു റെഡ് ക്യാൻഡിൽ കിട്ടി. ആ റെഡ് ക്യാൻഡിൽ നമ്മുടെ ഈ ലൈനെ ബ്രേക്ക് ചെയ്ത് താഴെ ക്ലോസ് ചെയ്തു. അപ്പോഴും നമുക്കവിടെ എൻട്രി ഇല്ല ഇല്ലേ. പക്ഷേ അതിന് അടുത്ത ക്യാൻഡിൽ എൻട്രി ഉണ്ട്. കാര്യം നോക്കിക്കേ, അടുത്ത ക്യാൻഡിൽ എൻട്രി ആണെന്ന് പറയാൻ കറക്റ്റ് നമുക്കൊരു 75 to 80% ബോഡി നമുക്കിവിടെ കിട്ടി, ക്ലോസിങ് കിട്ടി. അപ്പോൾ നമുക്ക് എന്ത് ചെയ്യാൻ പറ്റും, ഇതിൻ്റെ മുകളിൽ അസൽ ഇട്ടുകൊണ്ട് ഒരു ട്രേഡ് പ്ലാൻ ചെയ്യാൻ പറ്റും. അല്ലെങ്കിൽ വീണ്ടും ചിന്തിക്കുകയാണെന്നുണ്ടെങ്കിൽ ഒരു റീടെസ്റ്റും ആണ് ഇവിടെ നടന്നു ഇല്ലേ. ഒരു ഗ്രീൻ ക്യാൻഡിൽ വീണ്ടും പോയി മുട്ടിയിട്ട് നേരെ തിരിച്ചു വന്നു. ഇതാ സുന്ദരമായിട്ട് വീണ്ടും താഴോട്ട് നമുക്ക് കിട്ടി. ഇവിടുന്ന് വീണ്ടും ട്രേഡ് ഉണ്ട്. നോക്കുന്നവർക്കാണെങ്കിൽ പഠിക്കുന്നവർക്കാണെങ്കിൽ ഉണ്ട് ഇവിടെ ട്രേഡ്. ഇതൊക്കെ ഓപ്പർച്യൂണിറ്റികളാണ് ഇല്ലേ. കൃത്യമായ സ്റ്റോപ്പ് ലോസ് ഇട്ടുകൊണ്ട് നമുക്ക് ഓപ്പർച്യൂണിറ്റികളാണ്. ഇവിടെ നമുക്ക് 75 to 80% ഒരു ബോഡി നമുക്കിവിടെ ക്യാൻഡിൽ ക്ലോസിങ് കിട്ടി ഇല്ലേ. അതിനുശേഷം വീണ്ടും നമ്മുടെ റേഞ്ചിൽ പോയി തട്ടി നമുക്ക് ലെസൺസ് എടുത്തു. അപ്പോൾ
ഇത് നിങ്ങൾക്ക് ഒരു പക്ഷേ നിങ്ങൾക്ക് പറയാമാണെങ്കിൽ അവർക്ക് ഇതൊക്കെ പറയാൻ കൊള്ളാം, പക്ഷേ ഇതൊക്കെ പ്രാക്ടിക്കലായിട്ട് എടുക്കുക. പ്രാക്ടിക്കലായിട്ട് എടുക്കാനുള്ള വഴി നിങ്ങൾക്ക് ഞാൻ എൻ്റെ ക്ലാസ്സിൽ ഞാൻ പറഞ്ഞു തന്നിട്ടുണ്ട് ഇല്ലേ. നമ്മൾ ആ ക്രൈറ്റീരിയ ഫുൾഫിൽ ചെയ്യുവാണെന്നുണ്ടെങ്കിൽ കൃത്യമായിട്ട് നമുക്കിവിടെ എൻട്രി ഉണ്ട്. ശരിയല്ലേ പറഞ്ഞേ? ഇത് നമുക്കൊരു എൻട്രി ആയിരുന്നു ഇല്ലേ. ഞാൻ കൃത്യമായിട്ട് പഠിപ്പിച്ചിട്ടുണ്ട്. നിങ്ങൾ പഠിച്ചവരൊന്ന് കമൻറ്റ് ചെയ്യണം ഇതിന് താഴെ കേട്ടോ. ഞാൻ ഈ പറഞ്ഞ കാര്യങ്ങൾ സത്യമാണോ അല്ലയെന്ന് ബാക്കിയുള്ളവരോട് മനസ്സിലാകണമല്ലോ. അതുകൊണ്ട് നിങ്ങൾ പഠിച്ച കാര്യങ്ങൾ സെമിനാറിൽ പങ്കെടുത്തവർ, ക്ലാസ്സിൽ അറ്റൻഡ് ചെയ്തവരൊക്കെ ജസ്റ്റ് ഇത് സത്യമാണോ ഞാൻ കള്ളമാണോ പറയുന്നത് നിങ്ങളൊന്ന് ജസ്റ്റ് ഒന്ന് കമൻറ്റ് ചെയ്യുക. ഓക്കെ. അപ്പം നമുക്കിവിടെ എൻട്രി പോയിൻ്റ് ഉണ്ടായിരുന്നു, ഇവിടെ ഒരു താഴോട്ടൊരു എൻട്രി ഉണ്ടായിരുന്നു, ഇവിടെ ഒരു മേലോട്ട് എൻട്രി ഉണ്ട്. ഈ 3 എൻട്രി നമുക്കിവിടെ ഉണ്ടായിരുന്നു അല്ലേ. ഇതിൽ ഏതെങ്കിലും ഓപ്പർച്യൂണിറ്റികൾ നിങ്ങൾക്ക് ഉപയോഗിക്കാമായിരുന്നു എന്ന് മാത്രമേ എനിക്ക് പറയാനുള്ളൂ. അതിനുശേഷം മാർക്കറ്റ് കൺസോളിഡേഷൻ ആയിരുന്നു. ഇന്ന് പ്രത്യേകിച്ച് മാർക്കറ്റ് എക്സ്പയറി ആയിരുന്നു. എക്സ്പയറി ഡേയിൽ നിങ്ങൾക്കറിയാം. ഓക്കെ. അല്ലെങ്കിൽ നെക്സ്റ്റ് എക്സ്പയറിൽ മാത്രമേ ട്രേഡ് ചെയ്യാൻ പാടുള്ളൂ നമുക്ക് പഠിപ്പിച്ചിട്ടുണ്ട്. അതിനുശേഷം അവസാനം മാർക്കറ്റ് ഇതിനകത്ത് തന്നെ കൺസോളിഡേറ്റ് ചെയ്തതിന് ശേഷം വീണ്ടും നമ്മളുടെ റേഞ്ച് ലൈൻ എന്ത് ചെയ്തു, ഇത് ബ്രേക്ക് ചെയ്തെങ്കിൽ എന്ത് സംഭവിച്ചില്ല, സസ്റ്റെയിൻ ചെയ്തില്ല അല്ലേ. റിജക്ഷൻ ആയിരുന്നു അവിടുന്ന്. അപ്പോൾ തന്നെ നമുക്ക് മനസ്സിലായി ഇവിടുന്ന് മാർക്കറ്റ് താഴോട്ട് പൊട്ടാനുള്ള സാധ്യതയുണ്ട്. അപ്പോൾ പിന്നെ ഇവിടെ അടുത്ത അവസാനത്തെ 30 മിനിറ്റ് ആയി ഇല്ലേ. അപ്പോൾ നമുക്കിവിടെ ഒരു 0 ചാൻസ് ഉണ്ടെന്നുള്ള കാര്യം മനസ്സിലായി. അത് വെച്ചാണ് നമ്മൾ ഒരു 0 കോൾ എടുത്ത് നമ്മൾ അടിപൊളിയായിട്ട് വിജയിച്ചത്. ഇനി ഇവിടെ രസം കാണണമെന്നുണ്ടെന്നുണ്ടെങ്കിൽ മാർക്കറ്റ് ഇത്ര ഡ്രാസ്റ്റിക്കായിട്ട് താഴോട്ട് വന്നെങ്കിലും എൻ്റെ വെയ്റ്റഡ് ആവറേജ് ക്ലോസിംഗ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഏകദേശം 24,300 എത്രയാണ്, 24,334. 24,334 എന്ന് പറയുന്നത് എവിടെയാണ്? ഇവിടെ മാർക്കറ്റ് ഇവിടെയാണ് ക്ലോസ് ചെയ്തിരിക്കുന്നത്. 334 ഇവിടെയാണ് മാർക്കറ്റ് ക്ലോസ് ചെയ്തേക്കുന്നത്. ഈ പോയിന്റിലാണ് മാർക്കറ്റ് ക്ലോസ് ചെയ്തേക്കുന്നത് 334. ഓക്കെ. അപ്പോൾ ഇത്രയും കണ്ടെന്നെങ്കിൽ വെയ്റ്റഡ് ആവറേജ് വന്നപ്പോൾ മാർക്കറ്റ് ക്ലോസ് ചെയ്ത ഏകദേശം 95 പോയിൻറ്റോളം മാർക്കറ്റ് മുകളിലോട്ട് കയറിയാണ് ഇവിടെ ക്ലോസിങ് നടത്തിയേക്കുന്നത്. ഓക്കെ. അപ്പം കിട്ടിയത് കിട്ടി. ഓക്കെ. അപ്പോൾ നമ്മൾ ഇതിനകത്തിൽ മനസ്സിലാക്കേണ്ട കാര്യം അവസാന നിമിഷം വരെ ക്ലോസ് ചെയ്യാതെ പിടിച്ചു വെച്ചുകൊണ്ടിരുന്നവർക്ക് പണി കിട്ടി കാണും എന്ന് വിശ്വസിക്കുന്നു. അറിയത്തില്ല, നാളെ മാർക്കറ്റ് ഓപ്പൺ ചെയ്യുമ്പോഴേ കറക്റ്റ് കാര്യമൊന്നും അറിയത്തുള്ളൂ. അപ്പം നമുക്കിനി ഇപ്പോൾ നാളെ എന്താ സംഭവിക്കുന്നത് ചിന്തിക്കാം. നാളെ സംഭവിക്കാനുള്ളത് അപ്പോൾ നമ്മൾ കാര്യം പറഞ്ഞില്ല. ഓക്കെ. അടുത്ത മാർക്കറ്റിൽ നമ്മൾ ക്യാപ്ഷൻ്റെ കാര്യം പറഞ്ഞു, അതങ്ങ് മറന്നുപോയി. അപ്പോൾ വാർഫിയർ എന്ന് പറയുന്ന സംഭവം നമ്മുടെ മാർക്കറ്റിനെ ബാധിക്കുമോ ഇല്ലയോ എന്നുള്ളതാണ് ചോദ്യം. അപ്പം ഞാൻ ഇന്നാൾ കഴിഞ്ഞ എൻ്റെ വീഡിയോകളിലും പറഞ്ഞിരുന്നു, നമ്മൾ ചരിത്രം പരിശോധിക്കുകയാണെന്നുണ്ടെങ്കിൽ ഇത് മാർക്കറ്റിനെ സാധാരണഗതിയിൽ ബാധിച്ചിട്ടില്ല. ബലാക്കോട്ട ആക്ഷൻ ആണെങ്കിലും പുൽവാമ ആക്ഷൻ ആണെങ്കിലും ഒന്നും മാർക്കറ്റ് നോർമൽ രീതിയിലാണ് പ്രതികരിച്ചത്. പക്ഷേങ്കിൽ അതിനേക്കാളൊക്കെ വിഭിന്നമായിട്ട് നമ്മുടെ ഇപ്പോഴത്തെ മാർക്കറ്റ് വളരെ സെൻറ്റിമെൻ്റലാണ് മാർക്കറ്റ്. ഓക്കെ. അതിൻ്റെ കാരണം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ നമുക്ക് റീറ്റെയിൽ പാർട്ടിസിപ്പേഷൻ വളരെ കൂടുതലാണ്. ഇപ്പോൾ നമ്മൾ നോക്കിക്കഴിഞ്ഞാൽ DI/FIs ഉണ്ട്, എന്താണ് വളരെ 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 ബൈയിങ് സൈഡിലേക്കാണ് നിൽക്കുന്നത്. സ്ട്രോങ് ബൈ ആണ്. ഇത്രയൊക്കെ ആയിട്ട് ഒരു സ്ട്രോങ് ബൈ ആണ്. പക്ഷേങ്കിൽ നമ്മൾ റീറ്റെയിലേഴ്സ് എന്ന് പറയുന്നത് വളരെ പാനിക്കാണ്. അവർ വളരെ സെൻറ്റിമെൻ്റലാണ്. അപ്പോൾ യുദ്ധം ഉണ്ടാകുമോ, പൊട്ടുമോ എന്നുള്ള ഒരു ചിന്ത അവരുടെ മനസ്സിലുണ്ട്. അതുകൊണ്ട് അവർ പ്രോഫിറ്റ് ബുക്കിങ്ങിന് എപ്പോഴും ഇങ്ങനെ തയ്യാറായിട്ട് നിൽക്കുകയാണ്. അതാണ് മാർക്കറ്റിനെ ഒരു സെൻറ്റിമെൻസിലേക്ക് നമ്മൾ കൊണ്ടുപോകുന്നതായിട്ട് നമ്മൾ കാണുന്നത്. അപ്പം ഇവിടെ സംഭവിക്കാൻ പോകുന്ന കാര്യം, ഇവിടെ മാർക്കറ്റ് ജസ്റ്റ് ഒന്ന് അടിച്ചാലോ അല്ല 1-2 ആക്രമണം ഉണ്ടായാലോ ഒന്നും മാർക്കറ്റ് പൊട്ടാനൊന്നും പോകുന്നില്ല. പക്ഷെങ്കിൽ ഒരു എന്താ പറയുന്നത്, POK, അതായത് പാകിസ്ഥാൻ ഒക്യുപൈഡ് കാശ്മീർ, അതിനെ നമ്മൾ അക്വയർ ചെയ്യാൻ ശ്രമിച്ചാൽ ചിലപ്പോൾ ഒരുപക്ഷെ മാർക്കറ്റ് പൊട്ടാനുള്ള സാധ്യതയുണ്ട്. അല്ലെങ്കിൽ ചെറിയ വാർഫിയർ അല്ലെങ്കിൽ ചെറിയ 1-2 ആക്രമണങ്ങളൊക്കെ ഉണ്ടായി കഴിഞ്ഞാൽ അതൊന്നും വലുതായിട്ട് ചെറിയ പൊട്ടലൊക്കെ കാണുമായിരിക്കും, എന്നാൽ അത് വലുതായിട്ട് മാർക്കറ്റിനെ ബാധിക്കാനുള്ള സാധ്യത വളരെ കുറവാണ്. അപ്പം നമ്മുടെ ആക്ഷൻ അനുസരിച്ചിരിക്കും ഇന്ത്യ എങ്ങനെയാണ് ഇതിനോട് പ്രതികരിക്കുന്നത് എന്നതിനെ ആശ്രയിച്ചിരിക്കും മാർക്കറ്റിൻ്റെ സിറ്റുവേഷൻ. പിന്നെ പറയാനുള്ള കാര്യം, ഈ കഴിഞ്ഞ 7 ദിവസമായിട്ട് അടി എന്ന് പറയുന്നതല്ലാതെ കാര്യങ്ങളൊന്നും നടക്കുന്നില്ല. അപ്പോൾ ഇതെപ്പോൾ നടക്കുമെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ നമ്മളെല്ലാ കാര്യം ചിന്തിക്കണം. നമ്മളൊരു ആക്രമണം അഴിച്ചു വിടുമ്പം ഒരു രാജ്യത്തിൻ്റെ പല കാര്യങ്ങളും ശ്രദ്ധിച്ചിട്ട് മാത്രമേ ഇങ്ങനെയുള്ള കാര്യങ്ങളൊക്കെ ചെയ്യാറുള്ളൂ. അപ്പോൾ അത് സ്റ്റോക്ക് മാർക്കറ്റ് എന്നൊക്കെ പറഞ്ഞു കഴിഞ്ഞാൽ വളരെ ഇമ്പോർട്ടൻ്റ് സംഗതികളാണ്. അപ്പോൾ അതിനേക്ക് വിഘാതം തട്ടുന്ന കാര്യങ്ങളൊന്നും ആ സമയത്തൊന്നും സാധാരണ ജനങ്ങൾ ചെയ്യാറില്ല. കാരണം അങ്ങനെ ചെയ്ത് കഴിഞ്ഞാൽ ആ സമയത്ത് വളരെ ഡ്രാസ്റ്റിക്കായിട്ട് മാർക്കറ്റ് വീഴാനുള്ള സാധ്യതയൊക്കെ വളരെ കൂടുതൽ, കാരണം സെൻറ്റിമെൻ്റൽ അപ്രോച്ച് വളരെ കൂടുതലായിരിക്കും. അപ്പോൾ സാധാരണ രീതിയിൽ ഈ നമ്മൾ കണ്ടിട്ടുള്ളത് രാത്രിയിലോ അല്ലെങ്കിൽ ഹോളിഡേയ്സിലോ അല്ലെങ്കിൽ വെളുപ്പംകാലത്തോ ഒക്കെയാണ് സാധാരണഗതിയിൽ ഇങ്ങനെയുള്ള സംഭവങ്ങളൊക്കെ നടക്കാറ്. അങ്ങനെയാണെന്നുണ്ടെങ്കിൽ ഇന്നിപ്പോൾ ആരും നടന്നില്ല, നാളെ രാവിലെ നടക്കുമെന്ന് അറിയത്തില്ല. അല്ലെങ്കിൽ പിന്നെ സാറ്റർഡേ വല്ലോ ഇങ്ങനൊരു എന്താ പറയുന്ന ഒരു ടാർഗറ്റഡ് അറ്റാക്ക് മാത്രമേ കാണൂ എന്നുള്ളതാണ് എൻ്റെ വിശ്വാസം.
അങ്ങനെയാണെങ്കിൽ ശനിയാഴ്ച രാവിലെയൊക്കെ ചിലപ്പോൾ ഒരു പക്ഷെങ്കിൽ അങ്ങനെ അതിനുള്ള സാധ്യതകൾ വളരെ കൂടുതലാണ്. അപ്പോൾ മാർക്കറ്റ് 2 ദിവസം അവധിയാണ്. ഈ 2 ദിവസം കഴിയുമ്പോൾ തണുത്ത് കഴിയുമ്പോഴത്തേക്ക് മാർക്കറ്റ് പിന്നെ ഒരു നോർമൽ സ്റ്റേജിലേക്ക് എത്തും. ഇതൊക്കെയാണ് എൻ്റെ ഒരു വിശ്വാസമാണ്. ഇതെങ്ങനെ സംഭവിക്കണം നിർബന്ധമൊന്നുമില്ല. ഞാൻ എൻ്റെ ഒരു കൺസെപ്റ്റ് പറഞ്ഞെന്ന് മാത്രമേ ഉള്ളൂ. സാധാരണ ഇതിൽ കണ്ടുവരുന്നത് രാത്രി കാലങ്ങളിലോ വെളുപ്പം കാലത്തോ അല്ലെങ്കിൽ ഹോളിഡേയ്സിലൊക്കെയാണ് ഇങ്ങനെയുള്ള സംഭവങ്ങൾ നടക്കാറുള്ളത്. അങ്ങനെയാണെന്നുണ്ടെങ്കിൽ അപ്പോൾ പിന്നെ മാർക്കറ്റ് ഓപ്പൺ 2 ദിവസം സമയമുണ്ട്. അതൊന്ന് സെറ്റിലാകാൻ വേണ്ടി ഒരു സെറ്റപ്പ് സമയമുണ്ട്. അപ്പോഴത്തേക്കും വീണ്ടും മാർക്കറ്റ് ഒരു നോർമൽ സ്റ്റേജിലേക്ക് വരും. ഇതൊക്കെയാണ് എൻ്റെ ഒരു പ്രതീക്ഷ, എൻ്റെ ഒരു കൺസെപ്റ്റ്. സത്യമോ കള്ളവോ എന്നുള്ളത് വരും ദിവസങ്ങളിൽ കണ്ടറിയാം. അപ്പോൾ മാർക്കറ്റ് അടുത്ത ദിവസങ്ങളിൽ എങ്ങനെ നോക്കാം. നമുക്ക് മാർക്കറ്റ് ഇപ്പോൾ ഓപ്പൺ ചെയ്തേക്കുന്നത് എവിടെയാണ്? വീണ്ടും നമ്മുടെ മൂഷിക സ്ത്രീ ആയെന്ന് പറഞ്ഞ പോലെ നമ്മൾ വീണ്ടും ഇതേ റേഞ്ചിൽ തന്നെയാണ് മാർക്കറ്റ് ഇപ്പം ക്ലോസ് ചെയ്തേക്കുന്നത്. അപ്പം വീണ്ടും നമുക്ക് പറയാനുള്ളത് ഇവിടുന്ന് എങ്ങോട്ട് ബ്രേക്ക് ചെയ്യുന്നു, ഇങ്ങോട്ട് ഇതൊന്ന് ഡോട്ടഡ് ലൈൻ ആക്കിയേക്കാം. അപ്പോൾ മാർക്കറ്റ് ഇവിടുന്ന് എങ്ങോട്ട്, മോളോട്ട്, താഴോട്ടെങ്കിൽ താഴോട്ട്. അപ്പോൾ കൃത്യമായിട്ട് ഈ ലൈൻ നോക്കുക. നിലവിൽ നിഫ്റ്റി നിൽക്കുന്നത് ഒരു നെഗറ്റീവ് ട്രെൻഡിലാണ് നിൽക്കുന്നത്. അപ്പം അങ്ങനെയാണെന്നുണ്ടെങ്കിൽ ഒരു ചെറിയ ഫ്ലാറ്റ് നെഗറ്റീവ് ട്രെൻഡിലാണ് ഇപ്പോൾ നിൽക്കുന്നത്. ഓക്കെ, ഇപ്പോൾ ഇനിയിപ്പോൾ US മാർക്കറ്റ് ഓപ്പൺ ചെയ്ത് US മാർക്കറ്റിൻ്റെ ഗതി എന്തുവാണ്? US മാർക്കറ്റ് ഇപ്പോൾ ഏകദേശം ഒരു 100-300 പോയിൻ്റ് അപ്പിലാണ്. എങ്കിലും നമ്മളുടെ നിഫ്റ്റി ഫ്ലാറ്റായിട്ടാണ് ട്രേഡ് ചെയ്യുന്നത്. അപ്പം ഇനി എന്താ സംഭവിക്കുന്നത് രാത്രി മാത്രമേ നമുക്ക് പറയാൻ പറ്റത്തുള്ളൂ. ഓക്കെ, അപ്പോൾ അങ്ങനെയാകുമ്പോൾ ഞാൻ ഈ പറഞ്ഞ പോലെ തന്നെ വേറെ മാറ്റങ്ങളൊന്നുമില്ല. നമ്മുടെ ഇതേ റേഞ്ചിൽ തന്നെയാണ് മാർക്കറ്റ് എടുത്ത് കളിക്കുന്നത്. എങ്ങോട്ട് ബ്രേക്ക് ചെയ്ത് നോക്കുക, അങ്ങോട്ട് മാത്രം ട്രേഡിനെ പറ്റി ചിന്തിക്കുക. ഓക്കെ, അപ്പോൾ ഇന്ന് വളരെ സന്തോഷകരമായിട്ടുള്ള വേറെ ഒന്ന് കാര്യം, 1-2 പേര് എനിക്ക് മെസ്സേജ് അയച്ചു. 1-2 പേര് അയച്ചു. അത് ഞാൻ ഒരു മെസ്സേജ് മാത്രമേ നമ്മൾ ഗ്രൂപ്പിലിട്ടു. പിന്നെ വേറെ 2-3 പേരോട് എനിക്ക് അയച്ചു. അപ്പോൾ വളരെ സന്തോഷം, വളരെയധികം സന്തോഷം. ഓക്കെ, എന്നെക്കൊണ്ട് നിങ്ങൾക്ക് എന്തെങ്കിലുമൊക്കെ പ്രയോജനങ്ങൾ ഉണ്ടാകുന്നുണ്ടല്ലോ. അത് കേൾക്കുമ്പോൾ മനസ്സിനൊരു സന്തോഷവും സുഖവും ഒക്കെ ഉണ്ട്. ഓക്കെ, താങ്ക് യു. അപ്പോൾ നിങ്ങൾ ഇങ്ങനെയൊക്കെ തന്നെ തുടർന്ന് മുന്നോട്ട് പോകാൻ ശ്രമിക്കുക. ഓക്കെ, നിങ്ങളെല്ലാവരും കമൻറ്റ് ചെയ്യാൻ ശ്രമിക്കുക. മറ്റുള്ളവരിലേക്ക് കൂടി ഈ വീഡിയോ എത്തി എനിക്ക് ആർക്കെങ്കിലും ഉപകാരപ്പെടുന്നെങ്കിൽ ഉപകാരപ്പെടട്ടെ. അപ്പോൾ നമുക്ക് ബാങ്ക് നിഫ്റ്റിയിലൂടെ ഒന്ന് ചിന്തിക്കാം. ബാങ്ക് നിഫ്റ്റി ഈ പറയുന്ന പോലെ തന്നെയാണ് നമ്മുടെ റേഞ്ചിനകത്താണ് മാർക്കറ്റ് ക്ലോസ് ചെയ്തിരിക്കുന്നത്. എത്രയാണ്? 55,087. 55,087 എന്ന് പറയുന്നത് ഏകദേശം ഇവിടെ ഈ റേഞ്ചിലാണ് മാർക്കറ്റ് ക്ലോസ് ചെയ്തേക്കുന്നത്. ഈ റേഞ്ചിലാണ് മാർക്കറ്റ് ക്ലോസ് ചെയ്തിരിക്കുന്നത്. അപ്പം ഇവിടുന്ന് മാർക്കറ്റ്, അപ്പോൾ നമുക്ക് ഇവനെ വേണമെങ്കിൽ കുറച്ച് ഇങ്ങോട്ടൊന്ന് അഡ്ജസ്റ്റ് ചെയ്യാം. ഇത്രയും ഇങ്ങനെ എഴുതോട്ടെ. അപ്പോൾ ഈ റേഞ്ചിലാണ് ഈ ഒരു റേഞ്ചും കൂടെ നമ്മൾ മനസ്സിൽ കണക്കൂട്ടി വെക്കുക. താഴെ ഒരു റേഞ്ച് കൂടെ നമുക്ക് കിട്ടി. ഇതിലൂടെ മാർക്ക് ചെയ്ത് വെക്കുക. എങ്ങോട്ട് ബ്രേക്ക് ചെയ്ത് നോക്കുക. ഇതാണ് ബാങ്ക് നിഫ്റ്റിയുടെ ലെവലുകൾ. എന്തായാലും ഈ റേഞ്ചിലോ അല്ലെങ്കിൽ ഈ റേഞ്ചിൽ ഓപ്പൺ ആവുകയാണെന്നുണ്ടെങ്കിൽ എങ്ങോട്ട് ബ്രേക്ക് ചെയ്ത് നോക്കുക. ബ്രേക്ക് ചെയ്തതിന് ശേഷം മാത്രം ട്രേഡിനെ പറ്റി ചിന്തിക്കുക. കൂടുതൽ പറയാനില്ല. ഞാൻ ഈ പറഞ്ഞ പോലെയാണ് എപ്പോഴും 3 ബാങ്കിനെ നോക്കുക. HDFC, ICICI ആൻഡ് കോട്ടക് ബാങ്ക്. ആക്സിസ് ബാങ്കിനെ SBIനെയും കൂടെ 5 ശ്രദ്ധിച്ചോ നിങ്ങൾ. SBI കഴിഞ്ഞ ദിവസം വളരെ നെഗറ്റീവ് ആയിരുന്നു. ഓക്കെ, അപ്പം SBIയും ആക്സിസ് ബാങ്കും ICICIയും HDFC ബാങ്ക് കോട്ടക്കും ഇത്രയും ശ്രദ്ധിക്കുക. ഓക്കെ, ബാങ്ക് നിഫ്റ്റിക്കാർ. ഓക്കെ, എന്നിട്ട് അതിൻ്റെ മൂവ്മെൻറ്റ് അനുസരിച്ച് നിങ്ങൾ ട്രേഡിനെ പറ്റി ചിന്തിക്കുക. ഓക്കെ, അടുത്ത നമ്മുടെ മിഡ് ക്യാപ്പ് എന്ത് ചെയ്യും? മിഡ് ക്യാപ്പ് ഇതാണ് മിഡ് ക്യാപ്പ്. എല്ലാം നിഫ്റ്റി മിഡ് ക്യാപ്പ് ഈ പറഞ്ഞ പോലെ നമ്മുടെ റേഞ്ചിനകത്താണ് ഓപ്പൺ ചെയ്തിരിക്കുന്നത്. 12,075 ഇതിനകത്താണ് മാർക്കറ്റ് ക്ലോസ് ചെയ്തിരിക്കുന്നത്. 12,075 ഇതാണ്. അപ്പോൾ ഇവിടെ ഇതുപോലെ തന്നെ ഇത് വേണം നമുക്ക് ഈ റേഞ്ചിനെ കുറച്ച് ഇങ്ങോട്ട് താഴോട്ടാക്കാം. ഇത്രയാണ് റേഞ്ച്. അപ്പോൾ ഇതിനകത്ത് എങ്ങോട്ട് ബ്രേക്ക് ചെയ്ത് നോക്കുക. അതിനുശേഷം മാത്രം ട്രേഡിനെ പറ്റി ചിന്തിക്കുക. അപ്പോൾ ഇത്രയൊക്കെയാണ് നമുക്ക് നാളത്തേക്ക് പറയാനുള്ളത്. അപ്പം എല്ലാവരും സൂക്ഷിച്ച് കണ്ട് ട്രേഡ് ചെയ്യുക. നിങ്ങളുടെ കപ്പാസിറ്റി അനുസരിച്ച് ഫണ്ട് ഉപയോഗിക്കുന്നതും നിങ്ങളുടെ റിസ്ക് റിവാർഡൊക്കെ നിങ്ങൾ തന്നെ തീരുമാനിക്കുക. സൂക്ഷിച്ച് കണ്ട് ട്രേഡ് ചെയ്യുക. നാളെ നമുക്ക് ട്രേഡ് ചെയ്യണം. മാർക്കറ്റ് ഇവിടെ തന്നെ കാണും. നാളെ നമ്മൾ മാർക്കറ്റിലുണ്ടോ ഇല്ല എന്നുള്ളതാണ് ചോദ്യം. മാർക്കറ്റ് ഇവിടെ തന്നെ കാണും. അതുകൊണ്ട് സൂക്ഷിച്ച് കണ്ട് വളരെ സാവധാനതയോടെ കൃത്യമായ എൻട്രി പോയിന്റുകൾ കിട്ടുമ്പോൾ മാത്രം ട്രേഡ് എടുക്കാൻ ശ്രമിക്കുക. അപ്പം എല്ലാവർക്കും ഒരു പ്രോഫിറ്റബിൾ ഡേ ആശംസിക്കുന്നു. താങ്ക് യു ഓൾ.